നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോണെന്ന് അറിയാൻ വന്നതാ. എന്തു വന്നാലും പഠിപ്പിൽ ഞാൻ പുറകോട്ട് പോവില്ല ചെറിയച്ച. അതെന്റെ വാശിയാ. ചെറിയച്ചന് ഒരിക്കലും ഞാനൊരു പേരുദോഷം വരുത്തി വെക്കില്ല. ഗുഡ്. വിദ്യയുള്ളവരുടെ കൂടെ വിജയമുള്ളൂ. നിന്റെ നാദരാൻഡിക്ക് മുംബൈയിൽ നിന്നും ഒരു ഓഫർ വന്ന കാര്യം അറിഞ്ഞോ? ആ, എന്നോട് എൽദോങ്കള് പറഞ്ഞു. ചെലപ്പോ പെട്ടെന്നൊന്ന് മുംബൈ വരെ പോണ്ടി വരും. ചെറിയച്ചനും പോണോ? ഞാനും കൂടി ചെല്ലണമെന്ന് നാദരാൻഡിക്ക് നിർബന്ധം. അതെന്താ? ആന്റി ഒരിക്കൽ ഒറ്റയ്ക്ക് പോയതല്ലേ? പോയിരുന്നു. പക്ഷെ ഇതതുപോലല്ല. ഞാനും കൂടി പോണം. അല്ലെങ്കിൽ ആന്റിക്ക് അത് വിഷമാവും. അപ്പോ ചെറിയച്ചൻ പോകുമ്പോഴുള്ള എന്റെ വിഷമോ? എന്നെയും കൊണ്ടുപോവോ ചെറിയച്ച? മുംബൈക്കോ? അതെ. ഞാനിതുവരെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ഒരിടത്തും യാത്ര പോയിട്ടില്ല. സ്കൂളിൽ നിന്ന് ഒരു എക്സ്കർഷന് പോലും പോയിട്ടില്ല. ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത സന്തോഷങ്ങളൊക്കെ ചെറിയച്ഛന്റെ കൂടെ വന്നപ്പോഴല്ലേ എനിക്ക് കിട്ടിയത്. അതുപോലെ ചെറിയച്ഛന്റെ ഒപ്പം തന്നെ ഒരു യാത്ര എനിക്ക് ആസ്വദിക്കണം. അതാവാം. പക്ഷേ നിനക്ക് കോളേജില്ലേ? ഇല്ല, നാളെ കഴിഞ്ഞ വെക്കേഷൻ തുടങ്ങല്ലേ. അതുകൊണ്ട് കൂടിയാ ഞാൻ പറഞ്ഞത്. ബുദ്ധിമുട്ടാണെങ്കി വേണ്ട കേട്ടോ. ഏയ്, അങ്ങനൊന്നുമില്ല. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. പഠിച്ചോ? ചെറിയച്ച, ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്തായി പറയുന്നേ? ടൂറ് പോകാൻ കൊണ്ടൊരു സമയമേ. സ്റ്റഡി ലീവ് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ ഉടനെ പരീക്ഷയല്ലേ? പഠിക്കേണ്ട സമയത്താണോ എല്ലാവരും ടൂർ പോകുന്നത്? കുറച്ച് ദിവസത്തേക്കല്ലേ, മെയിൻ എക്സാമും അല്ല. തിരിച്ചു വന്ന ശേഷവും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനൊക്കെ അവർക്ക് പറ്റും. എന്നാലും അതല്ല, നമ്മൾ അവിടെ റിഹേഴ്സലും റെക്കോർഡിംഗ് ഒക്കെ ആയിട്ട് വലിയ തിരക്കിലായിരിക്കും. അതിനിടയിൽ എവിടെ നിന്ന് ജിഷയെ ശ്രദ്ധിക്കാൻ നമുക്ക് സമയം? അതൊന്നും ശരിയാവത്തില്ല. ശരിയാവില്ലെന്നൊരു ധാരണ മനസ്സിൽ ഉറച്ചു പോയാ പിന്നൊന്നും ശരിയാവില്ല. ഞാൻ അങ്ങനെ ഉറപ്പിച്ചിട്ട് പറഞ്ഞൊന്നുമല്ല, ഇനിയൊന്നും പറയുന്നുമില്ല. ഇഷ്ടമുള്ള പോലെ ചെയ്തു. എന്നോട് പറഞ്ഞ വാക്കല്ലേ തിരുത്താൻ പറ്റൂ. അവളോട് വാക്ക് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരുത്താൻ പറ്റില്ലല്ലോ. വാക്കൊന്നും പറഞ്ഞിട്ടില്ല. അവളൊരാഗ്രഹം പറഞ്ഞു. ഞാൻ നിന്നോട് അതിൻ്റെ അഭിപ്രായം ചോദിച്ചു. ഇനിയിപ്പോ നാളെ അവളെ വീട്ടിലേക്ക് തിരിച്ചയക്കണോ അതോ എൽദോയോടൊപ്പം ഇവിടെ തന്നെ നിർത്തണോ എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. അത് അവളുടെ ഇഷ്ടത്തിന് വിടുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ സൗകര്യത്തിന് മാറ്റി പാർപ്പിച്ചു എന്നും വേലക്കാരൻ്റെ കൂടെ ഒറ്റയ്ക്ക് പാർപ്പിച്ചു എന്നും ഒക്കെ പിന്നീട് പരാതി ഉണ്ടാവും. ഗുരുവായൂരപ്പ, എന്റെ പൊന്നുമോളെ ഒരാപത്തും കൂടാതെ കാത്തോളേ.
എൽദോ, എടോ എൽദോ, എടോ എൽദോ. എന്റെ തമ്പുരാൻ കർത്താവേ, ആരായി വന്നിരിക്കുന്നത്? അമ്മാമ്മയല്ലയോ? തനിക്കെന്നാ ഒരു മനസ്സിലാവായും ഒരു അമ്പരപ്പും? അല്ല, വന്നിട്ടും പോയിട്ടും അധികമായിട്ടില്ലല്ലോ. കണ്ണീന്ന് വായും മുമ്പേ പിന്നെയും കണ്ടതിലുള്ള അത്ഭുതമാ. പക്ഷേങ്കി നാദറ കുഞ്ഞും ജെ ഡി സാർ ഇവിടെ ഇല്ലല്ലോ അമ്മാമ്മേ. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഞാൻ വന്നിരിക്കുന്നേ? അതല്ലേ എൽദോ എന്ന് വിളിച്ച് കയറി വന്നത്? അത് ശരി, അപ്പൊ സെക്യൂരിറ്റിക്ക് വന്നതാ അല്ലേ? അതെ, അവര് തിരിച്ചു വരുന്നത് വരെ ഈ വീടിന്റെ മുഴുവൻ ചുമതലയും എനിക്കാ. യോ, അപ്പൊ പിന്നെ ഞാനോ? താൻ തന്റെ പതിവ് ജോലികളൊക്കെ തനിച്ചങ്ങ് ചെയ്തേച്ചാ മതി. അല്ല, ആ കൊച്ചെന്റെ ജിഷ, അവളുടെ കാര്യം ഇന്നു മുതൽ ഞാൻ മൊത്തമായിട്ട് അങ്ങനെ ഏറ്റെടുക്കുക. ആ, അതേതായാലും നന്നായി. അതിനെ തുളയ്ക്കാൻ അമ്മാമ്മയെ കൊണ്ടേ പറ്റത്തുള്ളൂ. നാദറ കുഞ്ഞ് രഹസ്യമായിട്ട് ഏൽപ്പിച്ചല്ലയോ? എന്തോന്ന് രഹസ്യം? അവളെന്റെ കൊച്ചുമോളല്ലടോ. ഈ മറിയം കോശിയുടെ തുടർച്ചക്കാരിയാവണ്ടവള്. അവൾക്കൊരാവശ്യം വന്നാ ഞാൻ വരണ്ടായോ? ആ ആ അതൊക്കെ പോട്ടെ, ആ കൊച്ചൻ്റെ അകത്തോണ്ട് കിടക്കുക. എന്റെ കർത്താവേ, ഈ നട്ടുച്ച നേരത്തെ പെമ്പിള്ളാരിങ്ങനെ കിടന്നുറങ്ങുന്നത് നല്ല ശീലാണോ? എടോ, തനിക്ക് ഇതൊന്നും അറിയത്തില്ലേ? അയ്യോ, അറിയാഞ്ഞിട്ടല്ല അമ്മാമ്മേ. ഇന്നൊരു ദിവസത്തേക്ക് ഒരു ചെറിയ ഇളവ് അനുഭവിച്ചു കൊടുത്തിരിക്കുക. ഇളവോ? എന്നാത്തിനാ? അല്ല, ജെ ഡി സാറും നാദറ കുഞ്ഞും ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് മുംബൈക്ക് പറഞ്ഞതിന്റെ വിഷമത്തിലുള്ള കിടപ്പല്ലയോ? അതെന്നാത്തിനാ? അവരൊരു നല്ല കാര്യത്തിന് പോയതിന് ഈ കൊച്ചിനെന്നാ പ്രയാസം? അതിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ തന്നെ ഏൽപ്പിച്ചിട്ടല്ലേ അവര് പോയത്? ഉവ്വോ. പിന്നെ എന്നതാണോ കാര്യം? എൻ്റെ അമ്മാമ്മേ, ആ കൊച്ചിൻ്റെ പ്രയാസം അവർ പോയപ്പോൾ കൂടെ കൂട്ടാത്തതിൻ്റെയാ. മുംബൈയിലോട്ട് ടൂർ പോകാൻ ആശിച്ചു, അത് നടക്കാതെ പോയതിന് ദണ്ണമാ. ഓ, അത് ശരി. സാരല്ലടോ, പ്രായതല്ലേ. കണ്ണ് കാണുന്നത് മനസ്സ് തോന്നുമല്ല ആശിച്ചു പോകും. പക്ഷേങ്കില് അതൊക്കെ കൈക്കുള്ളിലാക്കാൻ കൊതിച്ചാ നടക്കില്ലാന്ന് നമ്മള് മുതിർന്നവര് വേണ്ടായോ പിള്ളേരെ ബോധ്യപ്പെടുത്താൻ? താൻ ഈ ബാഗ് എടുത്ത് അകത്ത് വയ്ക്ക്. അവളുടെ കാര്യം ഈ മറിയാമ്മ ഏറ്റു. ആശ്വാസം. ആ പെങ്കൊച്ചിനെ നേരെയാക്കണം ഞാൻ കുറെ കാലമായിട്ട് ആശിക്കുന്നതാ. വന്നാട്ടെ. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്ക്. മോളെ കുറിച്ചുള്ള എന്റെ തോന്നലുകളൊന്നും ഒരിക്കലും തെറ്റാറില്ല. അവൾക്കവിടെ ഒരു സ്വസ്ഥതയും സമാധാനം കിട്ടുന്നില്ലെന്നുള്ള കാര്യം ഉറപ്പാ. ഇല്ലെങ്കിൽ ഇതുപോലൊരു ദുസ്വപ്നം ഞാൻ കാണില്ല. സത്യത്തിൽ ഞങ്ങളോട് ഉടനെ ഇങ്ങോട്ട് വരാൻ ഗീത ഫോൺ ചെയ്തപ്പോൾ ഞാൻ കരുതിയത് ഇവിടെ വേറെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിന്ന്. സ്വപ്നമല്ല ഗീത ജീവിതം. നീ കാണുന്ന നല്ല സ്വപ്നങ്ങൾ എന്തെങ്കിലും അതുപോലെ നടക്കാറുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ കരുതിയാൽ മതി. ഇതും മനസ്സിൽ വെറുതെ സങ്കല്പിച്ച് കൂട്ടുന്ന ആകുലതകളാ നീ ഇപ്പൊ ദുസ്വപ്നങ്ങളായിട്ട് കാണുന്നത്. അതല്ല ഹമീദ്ക്ക, ആശുപത്രിയിൽ വെച്ച് എന്റെ മോള് വഴക്ക് പറഞ്ഞതിന്റെ ദേഷ്യം നാദറയ്ക്കുണ്ടാവുന്നുള്ളത് ഉറപ്പാ. വീട്ടിലെത്തിയ അവള് തീർക്കാതിരിക്കില്ല. എങ്ങനെ തീർക്കുമെന്നാ നീ പറയുന്നേ? ആരെന്ത് ചെയ്താലും കണ്ണുടച്ച് സഹിക്കാനൊന്നും ഇനി ജയമോളെ കിട്ടില്ല. പോരാത്തതിന് അവൾക്ക് തുണയായി അവിടെ അവളുടെ അച്ഛനും ഉണ്ട്. അതേ ഗീതേ, ജയദേവന് ജയമോളോട് ഇഷ്ടമുള്ളിടത്തോളം ആർക്കും അവളെ ഒന്നും ചെയ്യാനാവില്ല. നീ ഉള്ള സമയത്തിന് തല പുണ്ണാക്കിയിരിക്കാതെ വല്ലം തയ്ക്കാനുണ്ടെങ്കിൽ അതിന് മുമ്പിൽ ചെന്നിരിക്കെ. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായ മനസ്സ് സ്വസ്ഥമാവെന്ന് പറഞ്ഞിട്ടല്ലേ തയ്യൽ മെഷീൻ വാങ്ങിയത്? ആ, നിന്റെ തയ്യലിനെ പറ്റി റെഡിമെയ്ഡ് യൂണിറ്റുകാർക്ക് നല്ല മതിപ്പാ കേട്ടോ. അതിന്റെ ഓണർ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. സഹായത്തിന് 1-2 പെൺകുട്ടികളെ കൂടെ നിർത്തിയ ഗീതയ്ക്ക് തൊഴിൽ വിപുലീകരിക്കാം. വേണ്ട ഹമീദ്ക്ക, എനിക്ക് ഉള്ളതൊക്കെ മതി. പിന്നെ എന്റെ മോളും. മോളെ, ദേ, ഗുരുത്വമുള്ള കുട്ടികള് പ്രായമായിട്ടുള്ളവർ പറഞ്ഞത് കേട്ട് പ്രവർത്തിക്കും. അല്ലാത്ത കുട്ടികൾ തന്നിഷ്ടക്കാരായിട്ട് വളരും. അതുകൊണ്ട് കുട്ടിയെ ഞാൻ ഏത് ഗണത്തിലാ പെടുത്തേണ്ടതെന്ന് ഇപ്പൊ പറയണം. പറ കുട്ടി. ഏത് ഗണത്തിൽ വേണേലും പെടുത്തിക്കോ, എനിക്കൊന്നുമില്ല. നിനക്കൊന്നുമില്ല എന്നുള്ളത് മനസ്സിലായി. പക്ഷെ എനിക്കുണ്ട്.
എന്റെ ജേഡിയുടെ ജ്യേഷ്ഠന്റെ മകളെ അന്തസ്സുള്ള ഗണത്തിൽപ്പെടുത്താനാ എനിക്കിഷ്ടം. അതിനു വേണ്ടിയിട്ടാ ഞാനിങ്ങോട്ട് വന്നതും. എന്നുവച്ചാ നിന്റെ കാര്യങ്ങൾ നോക്കാൻ തന്നെ. സ്വന്തം വീട് വിട്ട് ഒരു രാത്രി പോലും മറ്റൊരിടത്ത് തങ്ങാൻ ഇഷ്ടപ്പെടാത്തോളാ ഞാൻ. പക്ഷെ എൻ്റെ നാദിരമോളും ജേഡിയും ഇങ്ങനൊരു കാര്യം എന്നെ ചുമതലപ്പെടുത്തിയപ്പോൾ എനിക്കത് തള്ളിക്കളയാൻ ഒത്തില്ല. സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്ന് അവർ നിന്നോട് കാട്ടുന്ന ഈ സ്നേഹമുണ്ടല്ലോ, അത് നീ മനസ്സിലാക്കണം മോളെ. അതിന് ഞാനിപ്പോ എന്താ കാട്ടിയേ? ഇത് തന്നെ. അവര് പോയിരിക്കുന്നത് അവരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയല്ലേ. അതിൻ്റെ ഓട്ടത്തിനിടയിൽ നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അവർക്ക് പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ടല്ലേ അവർ നിന്നെ കൂടെ കൊണ്ടുപോവാത്തത്. അത് മനസ്സിലാക്കാതെ നിന്നോട് അവർക്ക് സ്നേഹമില്ലായിട്ടാണെന്ന് കരുതിയിരിക്കുകയാണോ മോളെ? ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. പിന്നെ എന്നാത്തിനാ ഇങ്ങനെ അകത്ത് തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്നേ? കുട്ടികളായ എങ്ങനെയാണോ? കളിയും ചിരിയും തമാശയും ഒക്കെ വേണ്ടായോ? അത് എനിക്ക് തലവേദനയായിട്ടാ. തലവേദനയായിട്ടോ? നിനക്ക് തലയ്ക്കൊരു വേദനയും തോന്നുന്നില്ലല്ലോ. ഒരു ചെറിയ വേദന മനസ്സിനുണ്ട്. മനസ്സിനോ? അതെ, ചെറിയച്ഛനും ആന്റിയും ഒറ്റയ്ക്കാക്കി പോയല്ലോ എന്നുള്ള വേദന. ശരിയല്ലേ? ഒരു ശരിയുമില്ല. എന്നെ എങ്ങനെ ശല്യപ്പെടുത്താനാ നിങ്ങളിവിടെ വന്നതെങ്കിൽ ചെറിയച്ഛൻ വിളിക്കുമ്പോ കാര്യം പറഞ്ഞ് ഞാൻ അങ്ങ് വീട്ടിലേക്ക് പോവും. പറഞ്ഞേക്കാം. ഈ നെകളിപ്പൊക്കെ ഞാൻ മാറ്റിത്തരാം മോളെ. നടക്കത്തില്ല അമ്മാമ്മേ. സ്നേഹിച്ചു ഉപദേശിച്ചൊന്നും അതിനെ നന്നാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിളഞ്ഞ വിത്ത ഇത്തിരി ഒന്ന് താന്നു കൊടുത്താൽ തലയെ കയറി നിറങ്ങുന്ന സൈസാ. ഏയ്, അങ്ങനെ ഒരു ഏനക്കേടൊന്നും അവൾക്കുള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ ലാളന ഇച്ചിരി കൂടി പോയതിൻ്റെ ഒരു ചെറിയ കുഴപ്പം. അത് തന്നെയാ ഞാനും പറഞ്ഞത്. വന്ന ഉടനെ JD സാറും നാദിര കുഞ്ഞും മത്സരിച്ചല്ലായിരുന്നോ ലാളനം? പക്ഷേ അന്നും ഇന്നും ഈ എൽദോ അതിനെ ഒരു കയ്യകലത്തിലേ നിർത്തിയിട്ടുള്ളൂ. അറിയാവോ? ആ, അത് നല്ലതാ. ആണോ? ഇത്തിരി വൈകിയാണെങ്കിലും നാദിര കുഞ്ഞിനും അത് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ JD സാറിന്റെ മാത്രം പിൻബലത്തിലാ ആ കൊച്ചിന്റെ നകളിപ്പ്. അതൊക്കെ മാറുടോ. ഇല്ലെങ്കിൽ നമുക്ക് മാറ്റാം. അമ്മാമ്മ അതും വിചാരിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? അതിനു മുമ്പ് JD സാറിനോട് അവൾ ഇല്ലാത്തതും ഉള്ളതും ഒക്കെ ഫോണിൽ വിളിച്ചു പറഞ്ഞ് അമ്മാമ്മയെ ഇവിടുന്ന് കെട്ടിക്കും. അപ്പോ ജേഡിക്ക് അവളെ അത്ര വലിയ കാര്യമാണോ? പിന്നെ ഒറ്റ വാക്കി പറഞ്ഞ ഇപ്പൊ നാദിറ കുഞ്ഞിനോടുള്ളതിനേക്കാ കാര്യം. എന്നതായാലും ആദ്യം ഞാൻ അവളെ ഒരു മുത്തശ്ശിയുടെ സ്ഥാനത്ത് നിന്നൊന്ന് കാണട്ടെ. ചൊല്ലിക്കൊട്, നുള്ളിക്കൊട്, തള്ളിക്കള എന്നാണല്ലോ. ആദ്യം പറഞ്ഞ രണ്ടും അമ്മാമ്മയെ കൊണ്ട് പറ്റും. പക്ഷേങ്കിൽ അവസാനം പറഞ്ഞ തള്ളിക്കളയിലുണ്ടല്ലോ, അതിന് JD സാർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങടാ ക്ലാസ്. കള്ളം കാര്യമാവുമ്പോ ആ കാര്യത്തിന് കള്ളം മാത്രമേ തുണയാവൂന്ന് പറയുന്നത് എത്ര ശരിയാ. എന്റെ ലൈലേ, അവിടുന്ന് ഫോൺ എടുത്താ നീ പറയുന്ന ഓ, കേൾക്കോ? ഫോൺ എടുത്താലല്ലേ. ഓ, മനുഷ്യന് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല ഈ കുന്തറാണ്ടം. ഓ, വരുന്നു. ഹലോ ഹലോ, ആരാ? ആരാന്നോ? ഇത് ചോദിക്കാനാണോ ഇങ്ങോട്ട് വിളിച്ചത്? ആദ്യം നിങ്ങൾ ആരാന്ന് പറയണം. ഞാൻ ജിഷമോളുടെ അമ്മയുടെ കൂട്ടുകാരിയാ. എനിക്ക് മോളെ ഒന്ന് വിളിച്ചു തരുമോ? ജിഷ കുഞ്ഞകത്തിരുന്ന് പഠിക്കുകയാണല്ലോ. വല്ലതും പറയാനാണെങ്കിൽ എന്നോട് പറ, ഞാൻ പറഞ്ഞോളാം. അയ്യോ, അത് പോരാ. എനിക്ക് മോളോട് നേരിട്ടൊന്ന് സംസാരിക്കണമായിരുന്നു. വിളിക്കാം. പക്ഷേങ്കിൽ സംസാരമൊക്കെ പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കണം. ജിഷ കുഞ്ഞ് പരീക്ഷയ്ക്ക് പഠിക്കുക. ശരി, നിങ്ങളൊന്ന് വിളിക്കേ. ഇല്ല, കട്ട് ചെയ്യുന്നില്ല, വെയിറ്റ് ചെയ്തോളാം. ആരാ ലൈല എടുത്തത്? അവിടുത്തെ വേലക്കാരനാണെന്ന് തോന്നുന്നു. ജയമോള് പറയാറില്ലേ ആത്മാക്കളുടെ പുറകെ നടക്കുന്ന ഒരു എൽദോയെക്കുറിച്ച്? മോൾ അവിടെ ഉണ്ടല്ലേ? ഉണ്ട്. വിളിക്കാൻ പോയിരിക്കാം. ദാ, ഇനി നീ തന്നെ സംസാരിച്ചോ.
ഹലോ മോളെ ഇത് അമ്മയാ. അമ്മേ, എന്താ അമ്മേ? ഏയ്, മോൾക്ക് അവിടെ സുഖാണോന്നറിയാൻ ലൈലാൻഡിയെ കൊണ്ട് അമ്മ വിളിപ്പിച്ചതാ. വെക്കേഷൻ തുടങ്ങിയ മോൾ ഇങ്ങോട്ട് വരില്ലേ? അത് പെട്ടെന്ന് വരാൻ പറ്റില്ല അമ്മേ. അച്ഛനും ആന്റി മുംബൈക്ക് പോയിരിക്കുക. എന്തിന്? ആന്റിക്ക് ഏതോ മ്യൂസിക് ആൽബത്തിൽ പാടാനുണ്ട്. എങ്കി പിന്നെ നീ എന്തിനാ മോളെ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ട് പോരുന്നല്ലേ നല്ലത്. ഒറ്റയ്ക്കല്ലല്ലോ അമ്മേ, എൽദോങ്കിളില്ലേ ഇവിടെ. പിന്നെ അച്ഛൻ അല്ല, ചെറിയച്ഛൻ ആന്റിയുടെ ഒരു അമ്മാമ്മ ഇവിടെ നിർത്തിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി മാത്ര അവരിവിടെ നിൽക്കുന്നേ. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാ അമ്മ അങ്ങോട്ട് വരിക? എന്നാലും പരീക്ഷയ്ക്ക് മുമ്പ് ഒരു ദിവസമെങ്കിലും മോൾക്ക് ഇങ്ങോട്ട് വന്നൂടെ? അമ്മയ്ക്കൊന്ന് കാണാനാ. ആ ശരി ശരി, രമണി ആന്റി പറഞ്ഞാ മതി. ഇനി അമ്മ പ്രത്യേകമായിട്ട് വിളിക്കൊന്നും വേണ്ട. എന്നാ വെക്കട്ടെ. എന്താ ഗീതെ പെട്ടെന്ന് വെച്ച് കളഞ്ഞേ? അറിയില്ല, അവൾ അമ്മയെന്ന് വിളിച്ച് സംസാരിച്ചത് ആരോ കേട്ടുന്ന് തോന്നുന്നു. പെട്ടെന്ന് രമണി ആന്റി എന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങ് വെച്ചു. ഛേ, ഞാൻ അവിടുത്തെ വേലക്കാരനോട് ആന്റിയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ രീതിയിൽ സംസാരിച്ചാൽ മതിയെന്ന് നിനക്ക് ആദ്യം തന്നെ മോളോട് പറയാറുന്നില്ലേ? അവളെ കിട്ടിയ സന്തോഷത്തില് ഞാൻ അതൊക്കെ അങ്ങ് മറന്നുപോയി. ഇനിയിപ്പോ ജയദേവനോ നാദിരയ്ക്കോ മറ്റോ അതിൽ വല്ല സംശയം തോന്നിക്കാണോ? ഏയ്, അവരവിടെ ഇല്ല, മുംബൈക്ക് പോയിരിക്കുക. നാദിരയുടെ വല്ലമ്മച്ചിയാവും എന്റെ മോള് പേടിച്ചത്. ഓ എന്റെ കൃഷ്ണ, ഇനി പാതി ഇതായല്ലോ. അപകടവാ അമ്മാമ്മേ, ആ ഫോൺ വിളി വലിയ അപകടവാ. എന്തോന്ന് അപകടം? താ കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചങ്ങ് പറ. ആദ്യം ഫോൺ എടുത്ത് ഞാനില്ലു അമ്മാമ്മേ. ആ. അപ്പൊ എന്നോട് പറഞ്ഞത് കൊച്ചിന്റെ ആന്റിയാണെന്ന്. പക്ഷേങ്കിൽ കൊച്ചു വന്ന് സംസാരിച്ചു തുടങ്ങിയത് അമ്മയെന്നും വിളിച്ചോണ്ട. അതെങ്ങനെ അമ്മാമ്മേ ആന്റി പെട്ടെന്ന് അമ്മയാവുന്നത്? അത് താൻ കേട്ടത് തെറ്റിയതല്ലടോ. അയ്യോ, അല്ല. അവസാനം ഫോൺ വെക്കുമ്പോ അവള് പറഞ്ഞത് ഞാൻ കേട്ടതാ. ആന്റിന്ന് തന്നെയാ പറഞ്ഞത്. അയ്യോ, ആ പറഞ്ഞത് ഞാനും കേട്ടു. പക്ഷേ ഈ കർത്താവാണ് സത്യം. ഇടയ്ക്ക് അവൾ അമ്മയെന്ന് വിളിച്ചു. താൻ വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ പോകുന്നുണ്ടോ? തന്റെ വാക്കും കേട്ട് പിന്നാലെ വന്നതിന് എന്നോടും ആ കൊച്ചിന് ദേഷ്യം തോന്നിക്കാണും. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതവിടെ നിന്ന് കളിപ്പാ. ആ എടോ, ഒരാള് ഫോൺ ചെയ്യുന്നതും ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നതും വേറൊരാൾക്ക് വന്ന കത്ത് അവരറിയാതെ പൊട്ടിച്ച് വായിക്കുന്നതും ഒക്കെ നാണം കെട്ട ഏർപ്പാടാ. അപ്പം ഞാൻ നാണക്കെട്ടവനാണെന്നോ അമ്മാമ്മ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഇതുവരെ ഞാനത് തൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല. പക്ഷെ വേണ്ടാത്ത സംശയങ്ങളുമായി ആ കൊച്ചിൻ്റെ പുറകെ നടന്ന് താൻ അത് എന്നെ കൊണ്ട് പറയിപ്പിക്കും. അത് ശരി, ഇപ്പം തെറ്റുകാരൻ ഞാനായി. എൻ്റെ അമ്മാമ്മേ, ഈ കുടുംബത്തിനും പ്രത്യേകിച്ചും നാദറ കുഞ്ഞിനും ഒരു ദോഷം വരുന്നത് കരുതിയേ ഈ എൽദോ ഇതുവരെ എന്തും ചെയ്തിട്ടുള്ളൂ. അമ്മാമ്മയ്ക്കറിയുമോ, ഈ കൊച്ച് ആശുപത്രി കിടക്കുമ്പം ഏതോ ഒരു ആൻറ്റി അവിടെ വന്നു. ആ ആൻറ്റിയാ ഇപ്പം നാദറ കുഞ്ഞിൻ്റെ തലവേദന. എയർപോർട്ടിൽ പോണ വഴിക്ക് വീട്ടിൽ കയറിയപ്പോൾ അവൾ അതെന്നോട് സൂചിപ്പിച്ചു. അതിൻ്റെ പേരിൽ ഈ കൊച്ചു പിണങ്ങി ആശുപത്രിയിൽ നിന്ന് നേരെ അവളുടെ വീട്ടിലോട്ട് പോയല്ലേ? ഉവ്വ്, അത് മാത്രമോ? അന്ന് ആദ്യമായിട്ട് ജെഡി സാറും നാദറ കുഞ്ഞും തമ്മിൽ ചില്ലറ കശപിശയം ഉണ്ടായി. അതുകൊണ്ട് അമ്മാമ്മ ഈ രമണി ആൻറ്റിയെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. എന്തൊക്കെയോ ചില ദുരൂഹതകൾ അതിൻ്റെ പിന്നിലുണ്ട്. ഇനി ഈ വിഷയം താൻ എന്നോട് സംസാരിക്കരുത്, കേട്ടോടോ? ഉവ്വ. എന്നാ പോവാൻ.